ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണോ? ഹലോ, ഓഡിബിൾ ആണോ? ലിറ്റററി ലെൻസിന്റെ 17ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബുക്ക് റിവ്യൂ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ BEd സ്റ്റുഡന്റ് ഭാവന. മലയാള സാഹിത്യകാരൻ, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ P. പത്മരാജന്റെ ഉദകപ്പോള എന്ന പുസ്തകമാണ് ഭാവന നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വായനാനുഭവം ഷെയർ ചെയ്യാനായി ഞാൻ ഭാവനയെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വൃന്ദ പറഞ്ഞ പോലെ ഉദകപ്പോള എന്ന് പറഞ്ഞ P. പത്മരാജന്റെ കൃതിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പത്മരാജനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു എഴുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് ഒരു ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്കാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒരുപാട് മികച്ച സിനിമകള് നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക നമുക്ക് പറക്കാം മുന്തിരിത്തോപ്പുകള്, അതുപോലെ ഇന്നലെ തുടങ്ങിയ ഒരുപാട് സിനിമകളുടെ ഒരു ഡയറക്ടർ, ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരുപാട് ക്ലാസിക്കുകൾ നൽകിയിട്ടുള്ള ഒരു സംവിധായകൻ എന്ന് P. പത്മരാജനെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഉദകപ്പോള എന്ന് പറയുന്ന കൃതി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയായിട്ട് പറയേണ്ടി വരും. 1989 ഈ കൃതി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു മുമ്പായിട്ടാണ് ഈ കൃതി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കഥാകൃത്ത് തന്നെയാണ്. കഥാകൃത്തിനെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ പോലെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് പലപ്പോഴും. അതായത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങള്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഇടയിലൂടെയുള്ള ഒരു ജീവിതം തന്നെയാണ് ഈ ഒരു ഉദകപ്പോള എന്ന് പറയുന്ന കൃതി. പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോ ബാല്യകാലസഖി പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ, അവരുടെ പ്രണയം, അങ്ങനത്തെ ഒന്നും അല്ല ഇതിൽ പറയുന്നത്. ഈ കഥാകൃത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കള്, ആ സുഹൃത്തുക്കളുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് പരാജയപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ പേര് പോലെ തന്നെ കുമിളകൾ എന്നാണ് പറയുന്നത്. ഒരു കുമിള ഉണ്ടായിട്ട് അത് പൊട്ടിപ്പോവില്ലേ, അതുപോലത്തുള്ള ജീവിതങ്ങൾ ആണ് ഈ കഥയിൽ പറയുന്നത്. ഇതിലെ പ്രധാന ക്യാരക്ടർ കഥാകൃത്ത് തന്നെയാണെന്ന് പറഞ്ഞല്ലേ. പിന്നെയുള്ള മറ്റു ക്യാരക്ടേഴ്സ് ആണ് ജയകൃഷ്ണൻ, ഋഷി, ക്ലാര, തങ്ങള്, ആൻഡപ്പൻ, പിന്നെ ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു കഥയിൽ ഉള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സദാചാര ബോധങ്ങളുണ്ട് അല്ലെ. മലയാളികളുടെ ഉള്ളിൽ പ്രത്യേകിച്ച് നമ്മൾ പറയാൻ മടിക്കുന്ന ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിലെ പ്രധാന ക്യാരക്ടർ ആയിട്ടുള്ള ക്ലാര, ഈ ക്ലാര എന്ന് പറയുന്ന ഒരു ലൈംഗിക തൊഴിലാളിയാണ്. ഈ കഥാകൃത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ക്ലാര. അപ്പൊ ഈ ലൈംഗിക തൊഴിലാളികള്, അവരിലൂടെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ കഥയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥാകൃത്തും വേറെ രണ്ടുപേരും കൂടെ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. ആ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ തമ്മിലൊരു സംഭാഷണമുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ, കഥാകൃത്തും കൂടെയുള്ള ആളും തമ്മിലൊരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തില് പറയുന്നുണ്ട്, നമുക്ക് ചിറകുകൾ മുളയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. നടന്നു പോകുമ്പോൾ പറയണം നമുക്ക് ചിറകുകൾ മുളയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. അപ്പോ അതിന് മറുപടിയായിട്ട് പറയാം, ചിറക് മുളച്ചാൽ നമുക്ക് എന്തും ചെയ്യാലോ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഒരു അവസാനം ഉണ്ടായിരിക്കും. അതിന്റെ ലഹരി തീരുന്നത് വരെ മാത്രമേ നമ്മൾ ആ സംഭവം ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ചിറക് മുളച്ച് നമ്മൾ എത്ര ദൂരം പറന്നാലും ആ പറന്നുയരുന്നതിന്റെ ലഹരി നമുക്ക് എവിടെ അവസാനിക്കുന്നോ അവിടെ നമ്മൾ ആ പറന്നുയരൽ നിർത്തും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ കഥ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഒരു ലഹരിയാണ് പലതിനോടുള്ള, പൈസയോടുള്ള ലഹരി, ജീവിതത്തോടുള്ള ലഹരി. അത് നമുക്ക് എവിടെ അവസാനിക്കുന്നുവോ അവിടെ നമ്മുടെ ജീവിതവും അതേ രീതിയിൽ തന്നെ അവസാനിക്കുന്നു. അത് അവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതില് നമ്മൾക്ക് ഈ കഥയെ കുറിച്ച് പറയുമ്പോൾ ഇനി ഇവര് പോകുന്നത്, ഈ രണ്ട് വ്യക്തികൾ ഒരു ഇന്റർവ്യൂവിനാണ് പോകുന്നത് പറഞ്ഞല്ലേ. അവർ ഇന്റർവ്യൂ പോകുന്നത് ഒരു റിട്ടയർഡ് ഓഫീസർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള കരുണാകര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഓഫീസല്ല, അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ഇന്റർവ്യൂ നടത്താനാണ് പോകുന്നത്. ആ വീടെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ P. പത്മരാജൻ എന്ന കഥാകൃത്തിന്റെ ഈ കഥയില്
നമുക്ക് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രയാസം തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കുന്ന ഒരു ഭാഗമാണ് ഈ കരുണാകര മേനോൻ എന്ന് പറയുന്ന ആളുടെ വീട്. ശരിക്കും പറഞ്ഞ നഗരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന വലിയൊരു കെട്ടിടമാണ് അയാളുടെ വീട് എന്നാ പറയുന്നത്. അങ്ങനെ ഒരാളുടെ വീട്ടില് മരത്തിന്റെ മീതെ നിറച്ച് കഴുകന്മാരായിരിക്കും. ഈ കഴുകന്മാർ എന്തിനാ ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിട്ടയർഡ് ഓഫീസറിന്റെ വീട്ടിൽ എന്നും കുറെ എലികൾ ചത്തുതാവും. ഈ എലികളെ ഒരു എന്താ പറയാ, ഒരു കൂട നിറയെ എലികളാണ് ചത്ത് ഇതാവും ഒരു ദിവസം. അങ്ങനെ ചാവുന്ന എലികളേനെ എടുത്തിട്ട് പുറത്തേക്ക് ഇടും. അത് തിന്നാൻ വേണ്ടി മാത്രം കുറെ കഴുകന്മാര് അവിടെ തമ്പടിച്ച് നിൽക്കുന്നു. എന്നും ദിവസേന കഴുകന്മാര് ആ ഒരു ശവം ഇങ്ങനെ തിന്ന് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു വല്ലാത്തൊരു നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അതിൽ നമുക്ക് അതിന്റെ ഒരു ഡെപ്ത് എപ്പോഴാണ് മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കരുണാകരമേനോൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ ദേവി എന്ന് പറഞ്ഞ അവരുടെ ഭാര്യ, അവര് മരിച്ച സമയത്ത് അവര് മരിച്ചു കിടക്കുകയാണ്. ആ മരിച്ചു കിടക്കുമ്പോൾ ഉള്ള ഒരു സംഭാഷണം ഉണ്ട്. അതിൽ പറയുന്നുണ്ട്, ആ കഴുകന്മാര് ആ ജനലിന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് വന്നിട്ട് ആ മരിച്ചു കിടക്കുന്ന ദേവി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ശരീരം കുത്തി വലിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളത്. അപ്പൊ അത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വീടായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പക്ഷെ എത്രയോ വലിയൊരു ബംഗ്ലാവാണ്. ആ ഒരു ബംഗ്ലാവ് ആണെങ്കിൽ പോലും അവിടെ ജീവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഏകാന്തമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അച്ഛനും അമ്മ അയാളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി ഒരു IAS ഉദ്യോഗസ്ഥനാക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് പരാജയപ്പെടുകയാണ്. അവസാനം അയാൾ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർക്ക്, വിദേശികൾക്ക് കത്തുകൾ അയക്കും. ഈ നമ്മുടെ കഥാകൃത്തിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞ അവിടെ ഈ റിട്ടയർഡ് IAS ഓഫീസർ കുറെ കത്തുകൾ ഇങ്ങനെ എപ്പോഴും വിദേശത്തേക്ക് അയക്കും. അത് പ്രിന്റ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ കഥാകൃത്തിന്റെ അവിടുത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ കത്തുകളിലൂടെയാണ് ഈ റിട്ടയർഡ് ഓഫീസർ എന്തുമാത്രം ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. പിന്നെ നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള സ്ഥിതിനെ പെട്ടെന്ന് നമുക്കൊരു ആശങ്ക തോന്നുന്ന ഒരു കഥാപാത്രമാണ് ഈ കരുണാകര മേനോന്റെ ഭാര്യ എന്ന് പറയുന്ന ദേവിയുടേത്. അതെന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ നമുക്കൊക്കെയും ഒരു വെറുപ്പോ അല്ലെങ്കിൽ എന്താണ് അയാൾ അങ്ങനെയെന്നൊക്കെ ചിന്തിച്ചു പോകുമ്പോൾ അതിനൊരു ഉത്തരവും ഈ കഥാകൃത്ത് ഇതിൽ പറയുന്നില്ല. ഈ ദേവി എന്ന് പറയുന്ന സ്ത്രീയെ കരുണാകര മേനോന്റെ ഭാര്യ മാത്രമല്ല, അയാളുടെ സഹോദരി കൂടിയാണ്. സഹോദരി എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന്റെയും അമ്മയുടെയും തന്നെ മക്കളാണ് ഈ കരുണാകര മേനോനും ദേവി എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞ് അവർ ഒരുമിച്ച് കളിച്ച് വളർന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇയാള് ഈ ദേവിനെ കല്യാണം കഴിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കൊക്കെ നമ്മൾ ആലോചിക്കും, എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഥ എഴുതാൻ തന്നെ അങ്ങനെ ഒരു കഥാപാത്രം എങ്ങനെയാണ് യോജിച്ചു പോകണം, അല്ലെങ്കിൽ എന്തിനാണ് അവരെ കല്യാണം കഴിക്കുന്നത്, അതൊന്നും ഈ കഥയിൽ വ്യക്തമാക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നിപ്പോകും. നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ കേൾക്കാത്ത ഒന്നായതുകൊണ്ട് അങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നൊക്കെ തോന്നിപ്പോകും ഈ കഥ വായിക്കുമ്പോൾ. പിന്നെ ഇതിലെ മറ്റൊരു കഥാപാത്രം ഇതിലൂടെ ഇവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ കൂടെ കഥാകൃത്ത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയിട്ടും സുഹൃത്തുക്കളുടെ ജീവിതം എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ജയകൃഷ്ണൻ. എനിക്ക് കുറച്ചും കൂടെ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരുപാട് ലിങ്ക് നമുക്ക് എന്താ പറയാ, ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് എവിടേക്കോ വെച്ച് കണ്ടുമുട്ടിയിട്ട് ഒരാളായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ കഥ നടക്കുന്നത് ഒരു നഗരത്തിലാണ് കേട്ടോ. നമുക്ക് തൃശ്ശൂർ പോലെയുള്ള 1980 ഒരു തൃശ്ശൂര് ടൗൺ എടുക്കാം നമുക്ക്. അവിടെയാണ് ഈ കഥ നടക്കുന്നത് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ ഒരു നഗര ജീവിതം തുടങ്ങുന്ന ഒരു 80 നഗരങ്ങളിലാണ് ഈ കഥ നടക്കുന്നത് കേട്ടോ. അപ്പം ഈ ജയകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ, ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനത്തെ ഒരുപാട് ജയകൃഷ്ണന്മാർ ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജന്മിത്തം അവസാനിച്ചിട്ട് ഇത്ര കാലമായിട്ടും പഴയ ആ ജന്മിത്ത വ്യവസ്ഥയുടെ ആ ഒരു ആഢ്യത്യം പേറി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും പഴയ പാരമ്പര്യം പറഞ്ഞ് പഴയ പെരുമ പറഞ്ഞ് ഞങ്ങൾ പണ്ട് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അവര് ജന്മികളായിരുന്നു. ആ ഒരു ജന്മിത്ത വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇന്നും ഒരു തമ്പുരാനാണ് സ്വയം എന്ന് വിചാരിക്കുന്ന ഒരു വിഡ്ഢിയാണ് ശരിക്കും ജയകൃഷ്ണൻ എന്ന് പറയുന്നത്. അത് ക്ലാര എന്ന് പറയുന്ന ഇതിലെ മറ്റൊരു കഥാപാത്രം അവർ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ഒരാളാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്നത്. കാരണം അയാളെ സമ്പന്നതയില് സമ്പത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഒരു ജന്മിത്തം പേറി നടക്കുകയാണ്. അങ്ങനെ സമ്പത്ത് മൊത്തം നശിച്ച് ഒരു കുടിയനായി വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്നത്. അതായത് ഒരു കാലത്ത് ഒരു ടൗണിലെ എല്ലാ ക്ലബ്ബുകളും എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് വിശേഷ സൽക്കാരങ്ങൾ ഒരുക്കി കൊടുത്തു നിന്ന് പൂർണ്ണമായിട്ടും അയാൾ നശിച്ചു പോവുകയാണ്. ഒന്നുമില്ലാതെ അവസാനം സ്വന്തം വീട് വരെ
കടക്കാർക്ക് വിറ്റിട്ട് കടം കൊടുത്തവർക്ക് അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ട് ഭാര്യയുടെ വീട്ടിൽ വന്ന് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ പോലും അയാൾ മുഴുക്കുടിയനായിട്ട് എപ്പോഴും കുടിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് തന്നെ അയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി എന്നുള്ള ഒരു ചിന്ത. ഒരുപാട് മോശ സ്വഭാവങ്ങളും ഉണ്ട്. അതായത് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, അതായത് അതിലൊരു വിഷമിപ്പിക്കുന്ന രംഗം എന്ന് പറയുന്നത്, ഈ കഥാകൃത്ത് ഈ ജയകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ഭാര്യ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജയകൃഷ്ണൻ കുടിച്ചുകൊണ്ട് ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണ്. ആ ഒരു അബോധാവസ്ഥയിലാണ് നമ്മുടെ കഥാകൃത്തിനെ കാണുന്നത്. അപ്പൊ അയാളുടെ ഭാര്യയും, അതായത് ജയകൃഷ്ണന്റെ ഭാര്യയും മകനും അവിടെ റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ കഥാകൃത്തിനെ പെട്ടെന്ന് കാണുമ്പോൾ ജയകൃഷ്ണന് സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ പറയുന്നുണ്ട്, നമുക്ക് വേഗം പോയിട്ട് ഹോട്ടലിൽ റൂം എടുക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ സംഘടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് ജീവിക്കാം. അത് പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു, ജയകൃഷ്ണന്റെ ഭാര്യ. അവരുടെ ഒരു മാനസികാവസ്ഥ ആ കഥാകൃത്തിലൂടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അവരനുഭവിക്കുന്ന വിഷമം എന്തായിരിക്കും. അവർ കേക്കച്ചിലെ മറ്റൊരു സ്ത്രീയെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയല്ല, ഒരുപാട് സ്ത്രീകളെ കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി. ഏറ്റവും എന്താ പറയാ, എല്ലാം കൊണ്ടും നശിക്കുന്ന ഒരു ജീവിതം. അതായിരുന്നു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു ജന്മിത്വത്തിന്റെ ജന്മിത്വം ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആൾ കൂടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഇനി അടുത്തൊരു കഥാപാത്രമാണ് ക്ലാര എന്ന് പറയുന്നത്. ക്ലാരയുടെ ജീവിതം ഈ കഥാകൃത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാര എന്ന് പറഞ്ഞ ഒരു ലൈംഗിക തൊഴിലാളിയാണെന്ന് പറഞ്ഞല്ലേ. ഈ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പലർക്കും എന്താണ് ഇപ്പൊ തോന്നുന്ന വികാരം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ക്ലാര എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അവർക്ക് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏത് വിധേനെ ആസ്വദിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു തെറ്റായിട്ടോ കുറ്റമായിട്ടോ ഒന്നും അല്ല കഥാകൃത്ത് പറയുന്നത്. അവരായിട്ട് തിരഞ്ഞെടുത്തതാണ്. അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളതും ഈ ഓദർ തന്നെയാണ്. പി പത്മരാജൻ എന്ന് പറഞ്ഞ കഥാകൃത്ത്, അയാൾ ഉദ്ദേശിക്കുന്ന മെയിൻ ക്യാരക്ടർ തന്നെയാണത് അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്ലാര എന്ന് പറയുന്ന കഥാപാത്രം അവരുടെ ജീവിതം അവര് കണക്കാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് എന്ത് വില ഈ സമൂഹം നൽകുന്നു, നാളെ ചിലപ്പോൾ ഒരു വിലയും കിട്ടില്ലായിരിക്കാം. പക്ഷെ ഇന്ന് അവരെ തേടി എത്ര പ്രമുഖര്, എത്ര ആൾക്കാർ വരുമെന്ന് ക്ലാരയ്ക്ക് അറിയാം. അപ്പോ തനിക്ക് ഇന്ന് ഉള്ള ആ ഒരു ജീവിതം അതതിന്റെ ഏറ്റവും മാക്സിമത്തിൽ ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ലാര എന്ന് പറയുന്നത്. സ്വന്തം ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ ആസ്വദിക്കുക. അതിന് ഒരുപാട് പണം അങ്ങനെയൊന്നുമല്ല, അവരുടെ ജീവിതം ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ആസ്വദിച്ച് അവർ പറയുന്നുണ്ട് അവസാനം ഒന്നുമില്ലാതെ ജീവിതം ഒന്നുമില്ലാതെ തന്നെയാണ് അവരും അവസാനിച്ചു പോവുക. അതായത് ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തെരുവിൽ കിടന്ന് നരകിച്ച് തന്നെ മരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ക്ലാര എന്ന് പറയുന്നത്. ക്ലാര ശരിക്കും പറഞ്ഞ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കഥാകൃത്ത്. പിന്നെ നമുക്ക് ഇതിൽ കാണുന്നത് കുറെ ഈ ഒരു ഏജൻസ് ആയിട്ട് സ്ത്രീകളെ വിൽക്കുന്ന അല്ലെങ്കിൽ പിൻപ് എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ഒരുപാട് ഏജന്റുകളുണ്ട്. അതിൽ തങ്ങള്, ആൻഡപ്പൻ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തങ്ങൾ, ആൻഡപ്പൻ രണ്ടുപേരും ഈ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷെ തങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പിൻബിങ് എന്ന് പറയുന്ന പണീനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കത് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ എന്നാൽ അയാൾ അത് ചെയ്യുന്നു എന്നുള്ള വ്യക്തിയാണ്. പക്ഷെ അതേസമയം ആൻഡപ്പൻ എന്ന് പറയുന്ന അതേ ജോലി ചെയ്യുന്ന പിൻപിങ് പണി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. സ്ത്രീകളെ എങ്ങനെയും ദ്രോഹിച്ചും അടിച്ചും ഒരുപാട് പിടിച്ചുകൊണ്ട് വന്നിട്ടും ഒക്കെ നിർബന്ധിതമായിട്ട് ഈ തൊഴിലിന് വിധേയമാക്കുക. ആൻഡപ്പനെ പേടിച്ചിട്ട് സ്ത്രീകൾ പലപ്പോഴും ഈ തൊഴിലിന് വിധേയമാകുന്ന ഒരു സ്ഥിതി. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ പലപ്പോഴും സ്ത്രീകളെ പലയിടത്തും പിടിച്ചുകൊണ്ട് വന്നിട്ട്, കുട്ടികളെ പിടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ ഇത്തരത്തിൽ ലൈംഗിക തൊഴിലിന് നിർബന്ധിക്കാറുള്ളൂ. അതേ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആൻഡപ്പൻ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻബിങ് എന്ന് പറയുന്ന ജോലിയിൽ തന്നെ അതിൽ തന്നെയുള്ള പല വ്യത്യസ്തമായിട്ടുള്ള രീതികളും കാഴ്ചപ്പാടുകളും അതിനെ വെറുക്കുന്നവരും അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ സ്ത്രീകൾ ഉപദ്രവിക്കണമെന്ന് കാണുന്നില്ല. അങ്ങനെ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കഥാകൃത്ത് ഇതിലൂടെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ള പേരുള്ള ഒരു വ്യക്തിയാണ് ഒറ്റമുലച്ചി എന്ന് പറയുന്നത്. അവർക്ക് ഒരു മുല മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒറ്റമുലച്ചി എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ അവരെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ കഥയിൽ നമുക്ക് വായിക്കുമ്പോൾ അവരൊരു ദുഷ്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിപ്പിക്കുന്ന ഒരു ദുഷ്ട കഥാപാത്രമാണ് അവര്. അതായത് ഈ ആൻഡപ്പന്റെ കൂടെ നിൽക്കുന്ന ഒരു ലൈംഗിക തൊഴിലാളി കൂടിയാണ് ഈ ഒറ്റമുലച്ചി എന്ന് പറയുന്നത്. ഈ ആൻഡപ്പൻ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഈ കൊന്ന ആൾക്കാരെ
ഈ ഒറ്റമുലച്ചി എന്ന് പറയുന്ന സ്ത്രീയാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമായി വെട്ടി വെട്ടി നുറുക്കിയിട്ട് അതിനൊരു ബോക്സിലാക്കി അടയ്ക്കുമായിരുന്നു. എന്നിട്ട് അത് അവർ ഒരുമിച്ച് കൊണ്ടുപോയി കളയുക ചെയ്യുന്നത്. പക്ഷെ ഈ ഒറ്റമുലച്ചി അത് ചെയ്യുന്നത് വളരെ എന്താ പറയാ, അവരുടെ ഒരു മനസ്സ് ഏത് രീതിയിലുള്ളതായിരിക്കും എന്ന് കഥാകൃത്ത് പറയണം. അതായത് ഒരാളെ കൊന്നു മുന്നിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരം മൊത്തം ഇങ്ങനെ നുറുക്കി ഓരോ പീസാക്കിയിട്ട് നുറുക്കി വെട്ടി നുറുക്കിയിട്ട് അതിനൊരു ബോക്സിലാക്കി വെക്കുക. അത് അവർ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു ജോലിയാണെന്നാ പറയുന്നത്. അവർക്കത് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു എന്ന്. ഒരു പക്ഷെ തന്റെ ജീവിതം ഒരു ലൈംഗിക തൊഴിലാളിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന തന്റെ ജീവിതത്തോടുള്ള വെറുപ്പാണോ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അതോ ഈ സമൂഹത്തിനോടുള്ള അല്ലെങ്കിൽ എല്ലാവരോടുള്ള വെറുപ്പാണോ അവരെ കൊണ്ട് ചെയ്യിക്കുക നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അവരെ ചെയ്യുന്ന പ്രവൃത്തി കഥാകൃത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് നമുക്ക് എത്രയൊരു ഒരു ഭയം ഉണ്ടാക്കും. എങ്ങനെയാണ് ഇവർക്ക് അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു തോന്നല് ഈ ഒരു കൃതി വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും. അതാണ് ഈ കൃതിയുടെ ഒരു വളരെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് ഈ കഥയുടെ അവസാനം എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, ഒരു വീട്ടിൽ അയാൾ മാത്രമായി ഒറ്റപ്പെടുന്ന അവസ്ഥ, ജയകൃഷ്ണൻ പൂർണ്ണമായിട്ടും തകരുന്ന ഒരു അവസ്ഥ. അതിനേക്കാളൊക്കെ ഉപരി പഴയ ഒരു നഗരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറിയിട്ട് ഇന്ന് കാണുന്ന നഗരത്തിന്റെ ഒരു മാതൃകയിലേക്ക് വലിയ ഇരുനില കെട്ടിടങ്ങള്, ഗ്ലാസുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കെട്ടിടങ്ങള്, അത് പഴയ കെട്ടിടങ്ങളുടെ രൂപമെല്ലാം മാറി ഇന്ന് കാണുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളിലേക്ക് മാറുക. പൈസ എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പരമ്പരാഗത പൈസക്കാരിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ പൈസക്കാരായിട്ടുള്ള വിഭാഗക്കാർ ഉയർന്നു വരികയും അവര് ഒരു ടൗണ് മൊത്തം വിലക്കെടുത്തുകൊണ്ട് അവരുടേതാക്കി മാറ്റുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കം എന്ന രീതിക്കാണ് ഈ കഥാകൃത്ത് കഥ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു ട്രാൻസിഷൻ എന്ന് പറയാം. ഒരു 80കളിലെ നഗരജീവിതത്തിൽ നിന്ന് മാറി 90കളിലെ നഗരജീവിതത്തിലേക്കുള്ള തുടക്കമായിട്ടുള്ള ഒരു ഇതിലാണ് കഥാകൃത്ത് കഥ അവസാനിപ്പിക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കഥയോ ഒന്നുമല്ല. ഒരു കഥാകൃത്ത് പി പത്മരാജൻ എന്ന കഥാകൃത്തിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ജീവിത പരാജയങ്ങളും അദ്ദേഹം നേരിട്ട് കാണുന്ന കുറെ അനുഭവങ്ങളുമാണ് ഉദകപോള എന്ന് പറയുന്ന കൃതി. ഇതാണ് എനിക്ക് ഈ കൃതിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഭാവന. ഭാവന നന്നായി പ്രസന്റ് ചെയ്തു. നമുക്ക് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നാം, അല്ലെങ്കിൽ ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ് കിട്ടാറ്. അപ്പോൾ ഭാവനയ്ക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങളോട് ഷെയർ ചെയ്തു. നന്നായി തന്നെ പ്രസന്റ് ചെയ്തു. എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഞങ്ങളിൽ ആ കഥ എത്തിക്കാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു. നീ ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആരെങ്കിലും റെഡിയാണോ? ഹായ് ഭാവന, നന്നായി പ്രസന്റ് ചെയ്തു. നമുക്ക് നീ പറയുമ്പോൾ തന്നെ നമുക്ക് കഥ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉദകപോള കേട്ടുകഴിഞ്ഞപ്പം എന്താണ് അത് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രസക്തി എനിക്ക് അറിയണ്ടായില്ല. അപ്പൊ ആ സ്റ്റോറിയും ഈ ഒരു പേരും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ അതിന്റെ? ഉദകപോള എന്നുള്ള വാക്കുകൊണ്ട് കുമിളകൾ നടത്താക്കണം. നമ്മള് വെള്ളത്തിന്റെ കുമിളകൾ വരില്ലേ, അതാണ് അവരുടെ വേർഡ് കൊണ്ട് അതാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. കുറെ ഇങ്ങനെ മുളച്ചു വരും. അത് നമ്മളൊരു കുത്തിയാ കഴിഞ്ഞാൽ അത് തന്നെ കുമിളകൾ പൊട്ടിപ്പോവുമല്ലോ. അത്രേ ഉള്ളൂ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് ആർഭാടം കാണിച്ച് അല്ലെങ്കിൽ നമ്മളാണ് എല്ലാതും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യർക്ക് ഒരു കുമിളയുടെ അത്ര ആയുസേ ഉള്ളൂ. ഒന്ന് കുത്തി അത് പൊട്ടിപ്പോകും. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്, കഥ മൊത്തത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ഉദകപോള എന്ന് പറഞ്ഞത്. ഈ കഥയെന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണോ തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ ഫിലിം വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും. അത് ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇതേ വിഷയം തന്നെ എനിക്ക് ക്ലാസ് എടുക്കാനുണ്ടാവുമല്ലോ, അപ്പൊ ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്മുടെ തൂവാനത്തുമ്പികൾ എന്ന പി പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമയുടെ ഒരു പുസ്തകമാണ് ഉദകപോള. പക്ഷെ അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടർ ജയകൃഷ്ണനാണ്.
അത് മോഹൻലാൽ അവതരിപ്പിച്ച ക്യാരക്ടറിന്റെ പേരാണ് ജയകൃഷ്ണൻ. ക്ലാരയായിട്ട് സിനിമയിലുള്ളത് സുമലതയാണ്. അതുപോലെ തന്നെ ജയകൃഷ്ണന്റെ ഭാര്യ ആവുന്നില്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് പാർവതിയായിരുന്നു. അവരുടെ പേര് രാധ എന്നായിരുന്നു ആ സിനിമയിൽ. അത് തന്നെയാണ് കഥാപാത്രത്തിലും നമ്മുടെ കൃതിയിലും ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഉദകപ്പോള എന്ന് പറഞ്ഞ കൃതിയിൽ തിരക്കഥാകൃത്താണ് മെയിൻ ക്യാരക്ടർ. തിരക്കഥാകൃത്താണ് ക്ലാരേനെ ഈ തൊഴിലിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സിനിമയിലേക്ക് തൂവാനത്തുമ്പികളിലേക്ക് വരുമ്പോൾ ജയകൃഷ്ണനാണ് ക്ലാര എന്ന് പറഞ്ഞ സുമലതയുടെ ക്യാരക്ടറിനെ ഈ തൊഴിലിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും, ജയകൃഷ്ണൻ കത്തെഴുതുന്ന ഒരു രംഗമുണ്ട്. അതിലാണ് സുമലതേനെ ആദ്യമായിട്ട് ആ സ്ക്രീനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പത്മരാജൻ. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനാണ് ആ സിനിമയിലെ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കൃതി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് അതേ സീൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. പക്ഷെ അതിൽ ജയകൃഷ്ണന് പകരം കഥാകൃത്താണ് കൃതിയിൽ എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ ജയകൃഷ്ണൻ പൂർണ്ണമായിട്ടും ഒരു സ്ത്രീലമ്പനാക്കി പത്മരാജ് ചിത്രീകരിക്കുന്നില്ല. അതില് നമുക്ക് അറിയാം, നമ്മളെ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, അതില് ക്ലാരോട് നീതി പുലർത്താൻ ശ്രമിക്കുന്ന ഒരു ജയകൃഷ്ണനും അതേസമയം പാർവതി അഭിനയിക്കുന്ന രാധ എന്ന് പറഞ്ഞ ക്യാരക്ടർ ജീവിതത്തിലേക്ക് വരുമ്പോ പിന്നെ ജയകൃഷ്ണന് വരുന്ന മാറ്റം, ജയകൃഷ്ണൻ നന്നാവുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ അതെന്ന് വെച്ചാൽ ഒരു സിനിമാറ്റിക് ആയിട്ടാണ് മാറ്റിയിട്ടുണ്ട്, ഒരു കൊമേഴ്ഷ്യലൈസേഷൻ നടത്തിയിട്ടുണ്ട് എപ്പോഴും തൂവാനത്തുമ്പികളിൽ. പക്ഷെ ഉദകപോളയിൽ അങ്ങനെയല്ല. ശരിക്കും ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിതം, ഒരു നീതിയും ആരോടും പുലർത്താത്ത ഒരു വ്യക്തിയായിട്ടാണ്. അങ്ങനെ ചില ചില മാറ്റങ്ങളുണ്ട്. പക്ഷെ രണ്ടും രണ്ട് എക്സ്ട്രീമിൽ മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. തൂവാനത്തുമ്പികൾ അതിന്റെ രീതിയിൽ മികച്ചു നിൽക്കുന്നുണ്ട്, ഉദകപോള വായിക്കുന്ന രീതിയിൽ മികച്ചു നിൽക്കുന്നുണ്ട്. താങ്ക് യു ഭാവന, നന്നായി പ്രസന്റ് ചെയ്തു. നമുക്കൊക്കെ ഒരു വായിക്കാനൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓരോ ക്യാരക്ടറിങ്ങനെ പറയുമ്പോഴും നമുക്കിങ്ങനെ വായിക്കാൻ തോന്നിക്കൊണ്ടിരുന്നു. കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. ഭാവന നന്നായി പ്രസന്റ് ചെയ്തു. എനിക്ക് നീ പറഞ്ഞ പോലെ ആ സിനിമയാണ് ഓർമ്മ വന്നത്. ആ ജയകൃഷ്ണനെയും തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനെയും ക്ലാരയൊക്കെയാണ് ഞാൻ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ഡിഫറെന്റ് വേർഷൻ ആണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. താങ്ക് യു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഹലോ ഭാവന, നന്നായി പ്രസന്റ് ചെയ്തു. പേര് കേൾക്കുമ്പോ നമുക്കൊരു ഐഡിയ ഇല്ല എന്താണ് കഥ എന്നുള്ളത്. പറഞ്ഞു വന്നപ്പോ ഒക്കെ മനസ്സിലായി. എല്ലാ കഥാപാത്രങ്ങളെ പറ്റിയിട്ടും നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവണ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഭാവന. ഭാവനേച്ചി, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. തൂവാനത്തുമ്പികൾ മലയാളികളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതിലെ ജയകൃഷ്ണനും ക്ലാരയും രാധയും ഒക്കെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിലെ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രങ്ങളാണ് ആ സിനിമയിലുള്ളത്. പത്മരാജന്റെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. തൂവാനത്തുമ്പികൾ മാത്രമല്ല, അതുപോലെ തന്നെ ദേശാടനക്കിളി കരയാറില്ല, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഉണ്ട്. അപ്പോ ഉദകപ്പോള എന്ന് പറയുന്ന നോവലിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് കഥാപാത്രങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഹലോ, ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? എന്നാ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു മിനിറ്റ്. ഫർസാന, സബ്ദമിസ്, ഹൂത്ത, അനഘ, എല്ലാവർക്കും താങ്ക്സ്. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അനഘ പറഞ്ഞ പോലെ തന്നെ പി പത്മരാജന്റെ ക്ലാസിക്കൽ സിനിമകൾ പോലെ തന്നെ അത്രയും മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഉദകപ്പോള എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വർക്കും. അതേ ഒരു ആത്മാർത്ഥത്തോടു കൂടെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഭാവന. താങ്ക് യു ഓൾ.